പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മൾ രുചിയേറിയ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മധുരത്തിന് മധുരം, പുളിക്ക് പുളി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മധുരമുള്ള നല്ല കൈതച്ചക്ക പച്ചടിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു കൈതച്ചക്ക ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നീറ്റാക്കണം, മുള്ളൊക്കെ കളഞ്ഞ്. ഇനി ഇതിന്റെ കുഞ്ഞും പോകാനുണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ നമുക്കിതിന്റെ ജ്യൂസ് അടിക്കാനായിട്ട് കളയാതെ എടുക്കുകയും ചെയ്യാം. ഒരു 3 പച്ചമുളക് അരയ്ക്കാൻ വേണം. ഒരു ടീസ്പൂൺ ജീരകം, ഒരു 1/2 കപ്പ് തേങ്ങ. ഇതാണ് അരയ്ക്കാനായിട്ട് വേണ്ടി. ഇനി ഇതിനെ നമുക്ക് കൊത്തിയരിഞ്ഞ് വേവിക്കാം. കൈതച്ചക്ക അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ, ഇതേപോലെ അരിയുക. ഓക്കെ, അരിഞ്ഞ് വെക്കുക. എന്നെ നമുക്കിത് വേവിക്കണം. അപ്പോൾ കൈതച്ചക്ക ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട്, അത് പറ്റുന്നതാണ് കണക്ക്. കണ്ടോ, ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുന്നത്. ഇതാണ് പരുവം. ഇനി ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ തേങ്ങായ, ജീരകം, പച്ചമുളക് എല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കൈതച്ചക്ക ആറി, അപ്പോൾ അത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടാം. കൈതച്ചക്ക ഇതെല്ലാം കൂടെ ചേർക്കാൻ പോവാം. കൈതച്ചക്കയും തേങ്ങയുടെ അരപ്പും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണേ. അടുപ്പയിലല്ല, ഇറക്കി കാത്തു വെച്ചിട്ട്. അപ്പം നമ്മൾ അരച്ച കൈതച്ചക്കയും അരപ്പും കൂടി ഇട്ട് അടുപ്പയിലോട്ട് വെച്ച് ഇതൊന്ന് ചൂടാവട്ടെ. പച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചതണ്ട വെട്ടി തിളക്കുന്നുണ്ടോ? ചെറിയ തീയിലാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം പച്ചച്ചവയൊക്കെ മാറിയെങ്കിൽ നമുക്ക് അതിലേക്ക് 1/4 കവറ്, 1/4 കവറ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാൻ പോകാം. നല്ല കണ്ടിന്യൂസ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടു. അതൊന്ന് പൊട്ടുകയാണേ, കടുവാക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്തോട്ടെ. അപ്പം നമ്മൾ പച്ചടി ഇളക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കുകയാണേ, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളേ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇത് അടുപ്പേ നിറച്ച് വെച്ചാണേ ചേർക്കുന്നത്. നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കോണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമേ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർക്കാം. അപ്പം നമ്മുടെ കൈതച്ചക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്.